പിണറായി വിജയൻ പറയുന്നത് ഒരു മതപരമായ ചടങ്ങിനെ ഒരു ഔദ്യോഗിക പരിപാടി എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കാളിയാകുന്നു. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഈ ചടങ്ങിന്റെ നേതൃപരമായ റോൾ കൈയാളുന്നു. ഉത്തർപ്രദേശിന്റെ ഗവർണർ അവിടെ വലിയ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ രാഷ്ട്രത്തിന്റെ ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്ന പലർ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പലർ ഒരു മതവിഭാഗത്തിന്റെ ചടങ്ങിൽ അതിന്റെ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നു. ആ ചടങ്ങിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ മുഖ്യ യജമാന സ്ഥാനം തന്നെ പ്രധാനമന്ത്രി വഹിക്കുന്നു. ആ ഘട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നത്. പക്ഷേ കേരളത്തിലോ കേരളത്തിന്റെ മുഴുവൻ സാംസ്കാരിക പരിസരങ്ങളിലോ ഇന്നോളം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരാതിരുന്ന, ഏറെക്കുറെ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വിഷയമായിരുന്നു രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത്. വലിയ തോതിൽ ചർച്ചയാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കാണാതിരിക്കാൻ കഴിയുമോ? ഈ രാജ്യത്തിന് മതമില്ല. നമ്മുടെ ഭരണകൂടത്തിനും മതം പാടില്ല. ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള ചായ്വും പാടില്ല. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഈ വിഷയത്തിൽ വളരെ വിശദമായിട്ടുള്ള സംവാദങ്ങൾ, ചർച്ചകൾ, വോക്കൗട്ടുകൾ, തർക്കങ്ങളെല്ലാം ഉണ്ടായിട്ടാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന ഉള്ളടക്കത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത്. അപ്പോൾ കൃത്യമായി പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മതമുണ്ടെങ്കിലും മതപരമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രി പദവി വഹിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ശിലാന്യാസത്തിലും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയിലുമെല്ലാം പങ്കെടുക്കുക എന്നതല്ല, മറിച്ച് അതിന് നേതൃത്വം കൊടുക്കുക, മുഖ്യ കർമ്മിയായി മാറുക എന്നുള്ളത് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതിന് ഘടകവിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സുപ്രീം കോടതി ഒരു ട്രസ്റ്റിനെയാണ് രാമക്ഷേത്ര നിർമ്മാണം ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് 5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു പള്ളിയായി പണിയാനുള്ള അനുവാദവും മറ്റൊരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ഈ 2 ട്രസ്റ്റുകൾക്കും സമാന്തരമായി പ്രവർത്തിക്കാനും അവരുടെ പള്ളി പണിയാനും അമ്പലം പണിയാനുമുള്ള അനുവാദവും കൊടുത്തു. പക്ഷേ ട്രസ്റ്റിനെ ഏൽപ്പിച്ച ആ ചുമതല ഗവൺമെൻറ് ഏറ്റെടുക്കുകയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമെല്ലാം അതിൻ്റെ ശിലാന്യാസം മുതൽ തന്നെ ഇടപെടുകയും ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്ര സന്ദർശനവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളുടെ ഇടപെടലും എല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ശരിക്കും രാജ്യത്തിൻ്റെ ഒരു മതമായി, ഒരൊറ്റ മതമായി ഹിന്ദു മതം മാറുകയും ഈ രാജ്യത്തിൻ്റെ ഒരു നാഷണൽ ടെമ്പിളായി രാമക്ഷേത്രത്തെ മാറ്റുവാനും അതുപോലെ തന്നെ രാമനെ ഒരു ദേശീയ ദൈവം എന്ന രൂപത്തിൽ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ഇടപെടലുകളും എല്ലാം നമ്മളിന്ന് കാണുകയാണ്. ഇത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾക്കെതിരാണ്. നമ്മൾ കഴിഞ്ഞ 76 വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾക്കും എതിരാണ്. സംഘപരിവാർ വളരെ മനഃപൂർവ്വം വലിയ പ്രചരണം നടത്തുകയാണ്. വിചാരിച്ചിരുന്നു CPM? അല്ല, ഇതിപ്പോൾ വലിയ തരത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പ്രചരണം നടത്താൻ പല സ്കൂളുകൾക്ക് അവധി കൊടുത്തു, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പാക്കേജുകളും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ TV വെച്ച് അല്ലെങ്കിൽ പ്രൊജക്ടർ വെച്ച് ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. അത്തരത്തിൽ വലിയ പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ആ പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം വളരെ ആശങ്കയോടെ കാണുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ രാജ്യത്തിന് മതമില്ല എന്നും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഘടകവിരുദ്ധമായി പ്രധാനമന്ത്രിയും സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി ഈ പരിപാടിയെ മാറ്റുമ്പോൾ മതനിരപേക്ഷ വിശ്വാസികൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമുള്ള ആശങ്ക അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല, അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. കാരണം സുപ്രീം കോടതി തന്നെ മെറിറ്റിലേക്ക് കടക്കാതെ പല ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ ക്ഷേത്രം നിലനിന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയ് എന്ന തരത്തിൽ ഒരു വിധി കൊടുക്കുകയും ആ വിധിയുടെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് പൂർണ്ണമായി തെന്നി മാറി ഉള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. വിധി പറഞ്ഞ ജഡ്ജിമാരെ തന്നെ വിളിക്കുന്നു. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി ലക്ഷക്കണക്കിന് കേസുകളിൽ വിധി പറയുമ്പോൾ ആരാണ് വിധി പറഞ്ഞത് എന്ന് പേരെഴുതി ഒപ്പിടാത്ത ഏക വിധിന്യായമാണ് ഈ വിധിന്യായം എന്ന് നമുക്ക് കാണാൻ കഴിയും. 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിച്ച് വിധി പറയുമ്പോൾ ആരാണ് ഈ വിധിന്യായം എഴുതിയതെന്നോ ആരാണ് ഇതിൽ ഒപ്പിട്ടതെന്നോ ഇല്ലാത്ത ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏക വിധിന്യായം, ആ വിധിന്യായം പറഞ്ഞ ജഡ്ജിമാർ അല്ലെങ്കിൽ അതിൽ നേതൃത്വം കൊടുത്ത ജഡ്ജിമാരെ വരെ ഈ ചടങ്ങിലേക്ക്
ജഡ്ജിയിലേക്ക് വിളിക്കുന്നു, ഒരു ജഡ്ജി പങ്കെടുക്കുന്നു. സിവിൽ കേസുകളിൽ തർക്കങ്ങളിൽ പല ജഡ്ജിമാർ വിധി പറയുമല്ലോ, ആ വിധി ജഡ്ജിയെ തന്നെ വിളിക്കുന്ന സാഹചര്യം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി